ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ മൈ ഡിയർ ലേഡി എന്ന് പറയുന്ന ഡ്രാമയുടെ ലാസ്റ്റ് എപ്പിസോഡാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ചെങ്ങും ലിംഗും നിന്ന് സംസാരിക്കുകയാണ്. ജോയിയുടെ മെറിക്കിന്റെ കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇവരൊന്നും മിണ്ട കൂടി ചെയ്യുന്നില്ല. ഇവർ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചാലല്ലേ അവരുടെ പ്രശ്നം സോൾവ് ആവൂ, ഇവരിനി എന്തിനുള്ള പുറപ്പാടാ എന്നൊക്കെ ആലോചിച്ച് കൂട്ടുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മളെ കാണിക്കുന്നത് ഒരു ലേഡി ചെങ്ങിന്റെ കമ്പനിയിലെ അകത്തേക്ക് കയറിപ്പോയി ചെങ്ങിനെ കാണാനായിട്ട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ സെക്യൂരിറ്റി ഗാർഡ് അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അതേസമയം നമ്മുടെ ലിംഗ് അവിടെ എത്തിയിട്ട് അവരോട് എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. ചെങ്ങിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്ന അവരോടും ചെങ്ങിനോട് പറയാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവന്റെ അസിസ്റ്റന്റ് ആണെന്ന് ലിംഗ് പറയുന്നുണ്ടെങ്കിലും അവർ പറയാണ് ഞാനത് ഡയറക്ട്ലി ചെങ്ങിനോട് പറഞ്ഞേക്കാമെന്ന്. ഈ സമയം സൈഡിൽ നിന്ന് ഒരാളവരെ നോക്കുന്നത് അവർ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരും അവിടെ നിന്ന് പോവുകയാണ് ഒന്നും പറയാതെ. പിന്നീട് സീക്രട്ട് ആയിട്ട് ക്യാബിനിൽ ഒറ്റയ്ക്കിരുന്ന് ഗെയിം കളിക്കുന്ന നമ്മുടെ ചെങ്ങിനെ ഓടി വന്ന് ലിംഗ് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവളും അവളുടെ ഫോൺ എടുത്ത് ഗെയിം കളിക്കുകയാണ്. അവള് ഗെയിമില് ഹയസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ ചെങ്ങ് അവളോട് ചോദിക്കുന്നുണ്ട്, നീ സ്കൂളിലെ ഒരു ടോപ്പ് സ്റ്റുഡന്റ് ആയിരുന്നു, ബാസ്കറ്റ് ബോൾ കളിക്കായിരുന്നു, ഗെയിമും കളിക്കായിരുന്നു, നിനക്ക് പഠിക്കാൻ എവിടുന്ന സമയം കിട്ടിയത് ടോപ്പ് സ്റ്റുഡന്റ് ആവാനായിട്ടുള്ള? ഇത് കേട്ട് ലിംഗം പറയുന്നുണ്ട് സ്മാർട്ടായിട്ടുള്ളവര് എല്ലാം പെട്ടെന്ന് തന്നെ പഠിക്കുമെന്ന്. ഇതേ സമയമാണ് നമ്മുടെ മൈക്കിൾ അവിടെ എത്തി ചെങ്ങിനോട് പറയുന്നത്, എന്റെ ഫീലിങ്സിന് കൂടി ചെറിയതായിട്ട് പ്രാധാന്യം കൊടുക്കാം, ഞാനായിരുന്നു നിന്റെ കൂടെ മുന്നേ ഗെയിം കളിച്ചോണ്ടിരുന്നത്, ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടാതായി എന്ന് ചെങ്ങിനോട് പറയുമ്പോ ചെങ്ങും പറയുന്നുണ്ട്, അങ്ങനൊന്നുമില്ല, ഞാൻ രണ്ടുപേരുടെയും കൂടെ ഇനി മുതൽ ഗെയിം കളിക്കാന്ന്. ഇത് കേട്ട മൈക്കിളും ലിംഗും ചെങ്ങിനെ ഒറ്റയ്ക്ക് വിട്ട് രണ്ടുപേരും ടീം ചേർന്ന് അങ്ങ് പോവുകയാണ്. ലിംഗും മൈക്കിളും ലിഫ്റ്റിൽ പോകാൻ പോകുമ്പോൾ ചെങ്ങും അവരുടെ കൂടെ കയറാണ്. അങ്ങനെ ലിഫ്റ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അത് സ്റ്റോപ്പ് ആവുകയും ലൈറ്റ് ഒക്കെ ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ചെങ്ങും തലറങ്ങി വീഴാണ്. അങ്ങനെ ലിംഗും മൈക്കിളും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം എരിക്കും യുഞ്ഞിനും അവളുടെ ഡിവോഴ്സ് കേസിനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട് അവളുടെ ലോയറിനെ കാണാനും വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ജോയുടെ ഫ്രണ്ടാണ് ആ കേസ് ഹാൻഡിൽ ചെയ്യുന്നത്. ജോ അവളുടെ ഫ്രണ്ടിനോട് യുഞ്ഞിനോട് ചോദിക്കാനും വേണ്ടി പറയാണ്. അങ്ങനെ അവനും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഡിവോഴ്സിന്റെ പ്രോസസ്സിന്റെ ഇടയിൽ മറ്റൊരു ചെറുക്കനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിലേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഇന്ന് നിങ്ങളുടെ ഹസ്ബൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തില് നിങ്ങൾ ചീറ്റിംഗ് ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ച് പിന്നീട് നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാതാവും. യുഞ്ഞിനും ഇല്ല എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് കയറി നമ്മുടെ ജോ പറയുന്നുണ്ട്, യുഞ്ഞിൻ ഇപ്പൊ താമസിക്കുന്നത് എരിക്കിന്റെ വീട്ടിലാണ്, പക്ഷെ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, ഇവരുടെ ഇടയിൽ ഒരു തരത്തിലുള്ള റിലേഷനും ഇല്ല എന്ന് പറയാണ്. ഇത് കേട്ട് അവളുടെ ലോയറും പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ആവുന്നത് നല്ലതായിരിക്കും എന്ന് പറയുകയാണ്. ഇത് കേട്ട് ജോയും പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വന്ന് താമസിച്ചോ എന്ന് പറയുമ്പോൾ യുന്യൻ പറയാണ്, എനിക്ക് ഹോട്ടലിൽ താമസിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ പോകുമ്പോൾ എരിക്ക് അവളോട് പറയുന്നുണ്ട്, നിനക്ക് താഴെ തന്നെ വെയിറ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയാണ്. എന്നിട്ട് ജോയോടും തനിച്ച് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എരിക്ക് അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇത് മനഃപൂർവ്വം ചെയ്തല്ലേ എന്ന്. അപ്പോഴാണ് ജോയും പറയുന്നത്, നിനക്ക് എന്താ വട്ടുണ്ടോ, ഞാൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ, ഞാനൊരു പ്രൊഫഷണൽ ലോയലാണ്, എന്റെ ക്ലയന്റ് ആയിരുന്നാൽ പോലും ഞാൻ അങ്ങനെ ആരെടുത്തും ചെയ്യത്തില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട് എരിക്ക് അവളോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ യുന്യൻ നിന്റെ ക്ലയന്റ് അല്ലല്ലോ. എരിക്ക് പറയുന്നുണ്ട്, എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമല്ലാന്ന്, അതുകൊണ്ട് നീ ഇങ്ങനെ അവളോട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോ പറയുന്നുണ്ട്, എനിക്ക് നീ കൂടുതൽ ലെക്ചർ ഒന്നും തരേണ്ട ആവശ്യമില്ല, എനിക്കറിയാം എന്താണ് ശരി എന്താണ് ശരിയല്ലാത്തതെന്ന്, അതുകൊണ്ട് നീ പോയി യുന്യനെ നോക്ക് എന്ന് പറയാണ്. അപ്പോഴേക്കും ചെങ്ങിന്റെ ബോധം തിരിച്ചെത്തുന്നുണ്ട്. പിന്നീട് ചെങ്ങിന്റെ അമ്മയെ കാണാനായിട്ട് ലിംഗ് എത്തുന്നതും കാണിക്കാണ്. ചെങ്ങിന്റെ അമ്മ അവളോട് പറയുന്നുണ്ട്, എനിക്കറിയാം ചെങ്ങ് നിന്റെയും നിന്റെ മകനെയും അക്സെപ്റ്റ് ചെയ്തു എന്ന്, നീയും ചെങ്ങും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല, നീ അവനെക്കാട്ടിലും മുതിർന്നതാണെങ്കിലും നിനക്കൊരു മകനുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. കാരണം നീ ചെങ്ങിനെ നോക്കുമെന്നും ചെങ്ങ് നിന്നെ നോക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നീ ചെങ്ങിന്റെ ഈ അസുഖത്തിന്റെ കാര്യം മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റു പല പ്രശ്നങ്ങളും വന്നേക്കാം. ഞാനത് മറച്ചു വെക്കുന്നത് അവന് വേണ്ടി മാത്രമല്ല നിനക്ക് വേണ്ടി കൂടിയാണ് എന്ന് പറയുകയാണ്. ബേസിക്കലി ചെങ്ങിന്റെ അസുഖത്തിന്റെ കാര്യം മനസ്സിലാക്കാൻ പോയതാണ് നമ്മൾ ലിംഗെങ്കിലും അവന്റെ അമ്മ ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. അങ്ങനെ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തി നമ്മുടെ ചെങ്ങിനെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് അവളും. പിന്നീട് ചെങ്ങും ലിംഗും ജോയും ഒരുമിച്ച് ഒരു ബാറിലേക്ക് പോകുന്നുണ്ട്. അവിടെ കോയിൻസിഡന്റലി എരിക്കും വരുന്നുണ്ട്. അവിടെ പെട്ടെന്ന് നമ്മുടെ ജോയുടെ അടുത്തേക്ക് അവളുടെ ഒരു ഓൾഡ് ഫ്രണ്ട് വന്നിട്ട് അവളെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നതും ജോ അവനെ അവിടുന്ന് പറഞ്ഞു വിടുന്നതും പിന്നീട് കാണിക്കുന്നത് ഇത് കണ്ട് ദേഷ്യം വന്ന് നമ്മുടെ എരിക്ക് അവനെ എടുത്തിട്ട് ഇടിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ചെങ്ങ് ഓടിച്ചെന്ന് ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യുകയും നാലുപേരും പുറത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോ അങ്ങോട്ട് വന്നിരുന്നതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് ഡ്രിങ്ക്സ് ഒന്നും അടിക്കാൻ പറ്റിയില്ല. പക്ഷെ എരിക്ക് നല്ല രീതിയിൽ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവനെ ഡ്രോപ്പ് ചെയ്യാൻ അവളാണ് എത്തുന്നത്. എരിക്കിനോട് അവൾ ചോദിക്കുന്നുണ്ട്, നീ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും വഴക്കിടത്തില്ല, ഞാൻ ഏതെങ്കിലും വഴക്കിൽ ചെല്ലുമ്പോൾ നീ എന്നെ പിടിച്ച് മാറ്റുന്നവനാ, ഇപ്പൊ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും കൂടുതൽ പറയുന്നില്ല. എന്ത് പറ്റി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നും അവൾ ചോദിക്കുമ്പോഴും അവനൊന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്റെ മുറിവ് അവൾ ശ്രദ്ധിക്കുന്നത്. വഴക്കിനിടയിലുണ്ടായ മുറിവാണത്. ചോര വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജോയും പേടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജോയെ ഇങ്ങനെ പേടിക്കുന്നതൊക്കെ കണ്ട് എറിക്കും ചിന്തിക്കുകയാണ്, ഇവൾ ഇത്രയും എന്നെ പറ്റിയിട്ട് ആലോചിച്ച് പേടിക്കുന്നുണ്ടോ എന്ന് കരുതി കുറച്ചും കൂടെ ഒന്ന് അഭിനയിക്കുകയാണ്. അവന്റെ ഈ വെപ്രാളമൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയും പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും
പോകാമെന്ന്. ഇത് കണ്ട് എറിക്കും ചോദിക്കുന്നുണ്ട്, അപ്പൊ നീ ഇപ്പോഴും എന്നെ പറ്റിയിട്ട് കെയർ ചെയ്യുന്നുണ്ട്? അപ്പോഴാണ് ജോയും പറയുന്നത്, നീ എന്നെ വല്ലാതെ പേടിപ്പിച്ച് കളഞ്ഞു എന്ന്. അങ്ങനെ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. ജോയുടെ അടുത്ത് വന്നിട്ട് പോയ ആ പഴയ സുഹൃത്ത് അയാളുടെ ഫ്രണ്ടുമായിട്ടിരുന്ന് നമ്മുടെ ജോയെ പറ്റിയിട്ട് ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കുന്നതാണ് നമ്മുടെ എറിക്ക് കേൾക്കുന്നത്. അങ്ങനെ ഇതിന്റെ ദേഷ്യത്തിലാണ് നമ്മുടെ എറിക്ക് അവനെ എടുത്തിട്ട് ഇടിച്ചത്. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്ന് മേടിക്കാൻ പോയ നമ്മുടെ എറിക്കിനെ കാണിക്കാണ്. ഈ സമയം അവളുടെ കയ്യിൽ കുറച്ച് ചോര പറ്റിയതുകൊണ്ട് തന്നെ അത് തുടയ്ക്കാനായിട്ട് ടിഷ്യൂ നോക്കുന്ന സമയത്താണ് എറിക്കിന്റെ കാലിൽ നിന്നും ഒരു റിങ് കണ്ടെടുക്കുന്നത് അവള്. അങ്ങനെ അവളും അത് യുഞ്ഞിന് വേണ്ടിയിട്ടുള്ള റിങ് ആണെന്ന് മനസ്സിലാക്കി സങ്കടപ്പെടുന്നതും കാണിക്കാണ്. പക്ഷെ ഈ കാര്യത്തെ പറ്റിയൊന്നും എറിക്കിനോട് അവൾ ചോദിക്കുന്നതേയില്ല. അവളും അപ്സെറ്റ് ആവുകയാണ്. രാത്രിയിൽ സങ്കടത്തോട് കൂടിയിട്ട് ജോ ലിങ്ങിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എറിക്ക് യുഞ്ഞിനെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ അവന്റെ കാറിൽ ഒരു റിങ് കണ്ടെടുത്തു. ലിങ് അവളോട് പറയുന്നുണ്ട്, അങ്ങനൊന്നും ആയിരിക്കത്തില്ല, നീ വെറുതെ ചിന്തിച്ച് കൂട്ടാതെ എന്ന് പറയുമ്പോൾ അവളും പറയുന്നുണ്ട്, അങ്ങനൊന്നും അല്ല, ഞാൻ ഇത് സത്യമാണ് പറയുന്നതെന്നും. പിന്നീട് രാത്രി തന്നെ എറിക്കിനെ കാണാനായിട്ട് നമ്മുടെ ലിങ് എത്തുകയാണ്. ലിങ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ യുഞ്ഞിനെയാണോ ഇഷ്ടപ്പെടുന്നത് അതോ ജോയാണോ? ജോയാണെങ്കിൽ അത് അവളോട് തുറന്നു പറയേ, അല്ലാതെ ഒരു കോളേജ് സ്റ്റുഡന്റിനെ പോലെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത് മതിയാക്ക്. നിനക്കറിയാലോ നീ ഏത് ഡിസിഷൻ എടുത്താലും ജോ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന്. പക്ഷെ എന്നാലും അവളോട് ഇങ്ങനത്തെ ലവ് ഗെയിം കളിക്കുന്നത് മതിയാക്കാനാണ് അവൾ പറയുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഈ കാര്യമൊക്കെ നമ്മുടെ ലിങ് ചെങ്ങിനോട് പറയുമ്പോൾ അവനും അവൾ ചെയ്ത കാര്യത്തിൽ ഇംപ്രസ് ആവുകയാണ്. നീ അവനെ വഴക്ക് പറഞ്ഞത് എല്ലാ കാര്യവും മനസ്സിലാക്കി കൊടുത്തതില് വെരി ഗുഡ്, നീ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് അവക്കൊരു റിവാർഡായിട്ട് ഒരു കിസ്സും കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ജോയ്ക്ക് എറിക്കൊരു മെസ്സേജ് അയക്കുന്നതാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ ഞാൻ ഇന്ന് പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അവിടെ വന്ന് അത് കാണണം. ചെങ്ങിനെയും ലിങ്ങിനെയും ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. നീയും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുള്ള ഈ മെസ്സേജ് കണ്ട് നമ്മുടെ ജോയും വളരെയധികം വിഷമിച്ച് എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് സങ്കടപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചെങ്ങും ലിങ്ങും എറിക്കും അവന്റെ അസിസ്റ്റന്റും യുഞ്ഞിനും ഇരിക്കുന്നതാണ്. ഇവരെല്ലാം നമ്മുടെ ജോയ്ക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജോയും അവിടെ എത്തുകയാണ്. അങ്ങനെ എല്ലാവരും ലഞ്ച് കഴിക്കാൻ ഇരിക്കുമ്പോൾ എറിക്കും യുഞ്ഞിനും ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് അൺകംഫർട്ടബിൾ ആയ നമ്മുടെ ജോ അവിടെ എണീറ്റ് പോകാൻ പോവുകയാണ്. എറിക്ക് അവളെ തടഞ്ഞു നിർത്തി പെട്ടെന്ന് തന്നെ ജോയെ പ്രപ്പോസ് ചെയ്യാണ് കല്യാണം കഴിക്കാനായിട്ട്. പക്ഷെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലൊന്നും ആയിരുന്നില്ല. ജോ അവന്റെ കാരണം കുറ്റിയടിച്ച് പൊട്ടിക്കുകയാണ്. എന്നിട്ട് എല്ലാവരോടും എന്നെ ഇങ്ങനെ വെറുതെ ഫൂളാക്കുന്നത് നിർത്താനായിട്ട് ആവശ്യപ്പെടുകയാണ്. എറിക്കും അവളോട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇരുന്നായിരുന്നു. ഇത്രയും നാളും ഞാൻ നിനക്ക് പല പല സിഗ്നൽസ് തന്നിട്ടുണ്ട്, പക്ഷെ നീ അത് മനസ്സിലാക്കിയതേ ഇല്ല. എനിക്കൊരു അറ്റൻഷൻ പോലും നീ തന്നില്ല. നീ മറ്റു പയ്യന്മാരെ ഡേറ്റ് ചെയ്തോണ്ടിരുന്നു. ജോ അവനോട് പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്, പക്ഷെ നീയല്ലേ എന്നെ റിജക്ട് ചെയ്ത്. എന്നിട്ട് നീ ഈ ഡ്രാമ എല്ലാം കളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാണ്. എറിക്ക് പറയുന്നുണ്ട്, ഞാൻ ഈ ഡ്രാമ കളിച്ചത് എനിക്കൊരു നാണക്കേടുമില്ല, ഞാനിത് നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. നീ എന്നെ അക്സെപ്റ്റ് ചെയ്യണം, അത്രമാത്രമേ എനിക്കുള്ളൂ. എന്നിട്ട് നമ്മുടെ ജോ കരഞ്ഞോണ്ടിരിക്കുന്ന കണ്ട് നമ്മുടെ എറിക്ക് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഓൾറെഡി അടിച്ചില്ലേ, ഇനിയും നിന്റെ ദേഷ്യം പോയില്ലേ എന്ന്. എന്നിട്ട് ജോയോട് അവനും പറയാണ്, നീ ഇപ്പൊ എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇനി ഒരിക്കലും ഫ്രണ്ട്സ് പോലും ആയിട്ടിരിക്കത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജോ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ എന്താ പേടിപ്പിക്കണോ എന്ന് ചോദിച്ചിട്ട് യുഞ്ഞിനോട് പറയുകയാണ്, ഇനി നീ ഇവനുമായിട്ട് അകലം പാലിച്ചോണം. ആൺ പെൺ ബെസ്റ്റീസിന്റെ കാര്യത്തിൽ എനിക്കിപ്പോ സത്യമായിട്ടും ദേഷ്യമാണ് വരുന്നത്. ഇനി ഞാനാണ് ഇവന്റെ ഫ്രണ്ട്, ഇവന്റെ ബെസ്റ്റ്, ഇവന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവളും അവനെ കിസ് ചെയ്യാണ്. അങ്ങനെ ജോയും അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇപ്പൊ കാണിക്കുന്നത് നമ്മുടെ ജോയെയും യുഞ്ഞിനെയാണ്. യുഞ്ഞിൻ തിരിച്ചു പോവുകയാണ്. അവർക്ക് ഡിവോഴ്സ് ഒക്കെ കിട്ടി. അങ്ങനെ സന്തോഷത്തില് നമ്മുടെ ജോയും ഹഗ് ചെയ്ത് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകാനായിട്ട് പോവുകയാണ്. എന്നിട്ട് യുഞ്ഞിനും പറയുന്നുണ്ട്, എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു എറിക്കിന് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്, എന്തായാലും ഞാൻ അവന്റെ ഒരു നല്ല സുഹൃത്താണ് എന്ന് പറയുകയാണ്. അവളോട് നമ്മുടെ ജോ ചോദിക്കുന്നത്, നീ എന്തിനാ പിന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് വന്നത് എന്നാണ്. ഇത് കേട്ട് നമ്മുടെ യുഞ്ഞിനും പറയുന്നുണ്ട്, അതൊക്കെ നിന്റെ ഇമാജിനേഷനാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടേ ഇല്ല. അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് അന്ന് ചെങ്ങിനെ കാണാനായിട്ട് ആവശ്യപ്പെട്ടിരുന്ന സ്ത്രീയെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ചെങ്ങിനെ കാണാനായിട്ട്. പക്ഷെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം അവരും കാറിൽ കയറി പോവുകയാണ്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ ഗൗ എന്ന് പറയുന്ന ഒരു പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ കാർഡ് അവിടെ വീണ് പോകുമ്പോൾ നമ്മുടെ ലിങ് അത് ഓടി വന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ ലിങ്ങും ആ ലേഡിയെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് ഗൗ എന്ന് പറയുന്ന പേഷ്യന്റിനെ അവള് കാണുന്നത്. അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് നമ്മുടെ ലിങ്ങിന്റെയും ചെങ്ങിന്റെയും സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിരുന്ന വ്യക്തിയുടെ 80ാമത്തെ പിറന്നാളിന് ഇവര് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോകുന്നതാണ്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ലിങ് ഒരു കാഴ്ച കാണുന്നത്. നമ്മുടെ ചെങ്ങിന്റെ അമ്മ ഓഫീസിന്റെ ഫ്രണ്ടിൽ കണ്ട ആ സ്ത്രീയെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് അവൾ കാണുന്നത്. ചെങ്ങ് അവിടെ എത്തുമ്പോൾ ലിങ് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഗോവ എന്ന് പറയുന്ന ഏതെങ്കിലും ക്ലാസ്മേറ്റ്സിനെ അറിയാമോന്ന്? ഇല്ല എന്നാ അവനും പറയുകയാണ്. ലിങ് ചെങ്ങ് അറിയാതെ അവരുടെ സ്കൂളിലേക്ക് പോയിട്ട് പണ്ടത്തെ ക്ലാസ് ഫോട്ടോ എടുക്കുകയാണ്. ക്ലാസ് ഫോട്ടോയ്ക്കകത്ത് നിന്ന് നമ്മുടെ ചെങ്ങിന്റെയും ഗൗവയുടെയും പിക്ചറും കാണുന്നുണ്ട്. അങ്ങനെ അവരും ക്ലാസ്മേറ്റ്സ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അത് മനസ്സിലാക്കി അവൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ചെങ്ങിന്റെ അമ്മ അവളെ കാണാൻ അവിടെ എത്തിയിരിക്കുന്നത്. ചെങ്ങിന്റെ അമ്മ അവളോട് പറയുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള നിന്റെ ഈ തിടുക്കം നിർത്ത്. ഇനി നീ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിനക്ക് വേദനിപ്പിക്കാൻ മാത്രമേ കഴിയൂ എന്നും പറയുകയാണ്. ലിങ് പറയുന്നുണ്ട്, എനിക്ക് സത്യം എന്താണെന്ന് അറിയണം, എന്നാലേ എനിക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ ഒരു കാര്യം എന്റെയും ചെങ്ങിന്റെയും റിലേഷൻഷിപ്പിന് നല്ലതാണോ അതോ അല്ലയോ എന്ന്. അങ്ങനെ ചെങ്ങിന്റെ അമ്മയും അവളോട് പറയുകയാണ്, നമ്മൾ 10 വർഷത്തിന് മുന്നേ
കണ്ടിരുന്നു കോളേജ് എൻട്രൻസ് എക്സാമിന്റെ 7 ദിവസം മുന്നേ എന്ന് പറയാണ്. അതിനുശേഷം ലിങ് അവളുടെ അമ്മയെ കോൾ ചെയ്തിട്ട് അവളുടെ പഴയ ഒരു ബോക്സ് അവൾക്ക് പാഴ്സൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ചെങ്ങ് ഒരാവശ്യത്തിന് മൈക്കിളിനെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോ അവന്റെ കൂടെ ബേക്ഷോജിനെ അയക്കുന്നുണ്ട്. നമ്മുടെ ചെങ്ങ് ബേക്ഷോജിനെ മൈക്കിളിനെ സെറ്റാക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറിലിരുന്ന് വളരെ സന്തോഷത്തിൽ നമ്മുടെ ബേക്ഷോജിനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ മൈക്കിളിനോട് അവള് പറയുന്നുണ്ട് അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന്. പക്ഷെ മൈക്കിൾ അവളെ റിജക്ട് ചെയ്യുമ്പോ അവളും സങ്കടപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്ന രംഗത്തില് നമ്മുടെ ലിങ് അവളുടെ പഴയ ബോക്സിൽ നിന്നും ഡയറി കണ്ടെടുക്കുന്നതാണ്. അത് വായിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് 10 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഗുഹയിൽ നിന്നും നമ്മുടെ ചെങ്ങിനെയും ഗൗവയെയും അവളാണ് രക്ഷിച്ചതെന്നും അവൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് ലിങ്ങിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ആ ലേഡിയെ കാണാനായിട്ട് ലിങ് എത്തുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട് ഗൗവയുടെ മദറാണ് ആ ലേഡി എന്ന്. പണ്ടത്തെ കാര്യത്തെ പറ്റിയിട്ട് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ മദറും പറയുന്നത് കൊച്ചിലത്തെ ചെങ്ങിന്റെയും ഗൗവയുടെയും റിലേഷൻ അത്രയ്ക്ക് നല്ലതൊന്നും അല്ലായിരുന്നു. രണ്ടുപേരും പരസ്പരം ബുള്ളി ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും ഒരു ബെറ്റ് വെച്ചിട്ട് ഒരു ഗുഹയിലേക്ക് പോയി അവിടെ ഏറ്റവും കൂടുതൽ നേരം ആരാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ബെറ്റ് വെച്ചിട്ടാണ് ഇവർ ഗുഹയിലേക്ക് പോയത്. അങ്ങനെ ഈ 2 കുട്ടികളും അവിടെ അകപ്പെട്ടു പോകുമ്പോഴാണ് ലിങ് അവിടെ വന്ന് രക്ഷിക്കുന്നത്. പിന്നീട് അവരോട് ഡോക്ടർ പറയുന്നുണ്ട് ഗൗവയ്ക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവന്റെ ശരീരമൊട്ടാകെ നല്ല രീതിയിൽ അടിയും കിട്ടിയിട്ടുണ്ട്. അവന്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ് എന്ന് പറയുകയാണ്. ഇത് കേട്ട് എല്ലാരും വിചാരിക്കുന്നത് ഗൗവയ്ക്ക് ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം നമ്മുടെ ചെങ്ങാണെന്നും ചെങ്ങാണ് അവനെ ഉപദ്രവിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ ചെങ്ങ് ബോധത്തിലേക്ക് തിരിച്ചെത്താൻ എല്ലാരും കാത്തിരുന്നെങ്കിലും ചെങ്ങിന് ബോധം കിട്ടിയപ്പോ അവന് ഒന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു. പിന്നീട് ചെങ്ങിന്റെ അമ്മ ആ ലേഡിയോട് പറയുന്നത് കാണിക്കുന്നുണ്ട് ഞാൻ നിന്റെ മകന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്തോളാം. അവന്റെ എല്ലാ ട്രീറ്റ്മെന്റും ഞാൻ തന്നെ നടത്താമെന്ന് പറയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് എന്റെ മകന് ഇപ്പൊ മെന്റൽ ഡിസോർഡർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവനൊരു മാറ്റവും പുതിയൊരു അന്തരീക്ഷവും അത്യാവശ്യമാണ്. അതിനായിട്ട് ഞാൻ അവനെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എബ്രോഡ് അയക്കാൻ പോവുകയാണെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ചെങ്ങിന്റെ അമ്മ ഇത് ചെയ്യുന്നത് അവന്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടല്ല, പകരം അതൊന്നും ഓർക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. കാരണം അവര് കരുതുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ അവരുടെ മകൻ ചിലപ്പോ മറ്റേ കുട്ടിയുടെ അവസ്ഥയ്ക്ക് കാരണമായെന്നിരിക്കാം. ഇപ്പൊ ആ ലേഡിയും അവരുടെ മകനെ പറ്റി ആലോചിച്ച് സങ്കടപ്പെടുകയാണ്. കാരണം ചെങ്ങിന് അവന്റെ ലൈഫിൽ എല്ലാം തന്നെ കിട്ടി, പക്ഷെ അവരുടെ മകൻ ഈ 10 വർഷമായിട്ട് ബെഡിൽ നിന്നും എണീറ്റിട്ട് പോലും ഇല്ല എന്ന്. പിന്നീട് ലിങ്ങും ചെങ്ങിന്റെ അമ്മയെ കാണാൻ വരുമ്പോഴാണ് അവള് മനസ്സിലാക്കുന്നത് ചെങ്ങിന്റെ അമ്മ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ചെങ്ങ് ഉൾപ്പെടെ മറ്റാരും തന്നെ സ്കൂളിൽ മനസ്സിലാക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് സ്കൂളിനായിട്ട് ഡൊണേഷൻ കൊടുത്തോണ്ടിരുന്നത്. അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് മൈക്കിൾ ഓഫീസിലെത്തുമ്പോ റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന്. അങ്ങനെ അവന് മനസ്സിലാക്കുകയാണ് അവിടെ പുതിയ റിസപ്ഷനിസ്റ്റ് എത്തിയിരിക്കുന്നുവെന്നും ബേക്ഷോജിൻ റിസൈൻ ചെയ്തുവെന്നും. അടുത്ത രംഗത്തിൽ നമ്മളെ കാണിക്കുന്നത് ലിങ് ചെങ്ങിനോട് ഗൗവയെ പറ്റിയിട്ട് പറയുന്നതാണ്. സത്യം എന്താണെന്ന് നിനക്കും ഗൗവയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ എന്താണ് ആ കേവില് അന്ന് നടന്നതെന്ന്. പിന്നീട് നമ്മുടെ ലിങ് ചെങ്ങുമായിട്ട് ഗൗവയെ കാണാനും വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം ഇവര് വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അവന് റിപ്ലൈ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ ചെങ്ങ് അവനോട് സംസാരിക്കുമ്പോൾ അവന്റെ കൈകൾ അനങ്ങുന്നുണ്ട് പയ്യെ. പിന്നീട് സന്തോഷത്തില് ഗൗവയുടെ മദർ വന്നിട്ട് ചെങ്ങിനോട് പറയുന്നുണ്ട് ഗൗവയുടെ ബ്രെയിനില് മൂവ്മെന്റ്സ് കണ്ടു തുടങ്ങിയെന്നും അതൊരു നല്ല ലക്ഷണമാണെന്നും പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചെങ്ങും അവരോട് പറയുന്നുണ്ട് ഇതെന്റെ തെറ്റാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഈ സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പിന്നീട് നമ്മുടെ ചെങ്ങ് ലിങ്ങുമായി അവന്റെ അമ്മയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നതാണ്. അവന്റെ അമ്മ ഇത്രയും കാലവും അവന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് തന്നെ എല്ലാം സഹിച്ചിരുന്നു. എന്നിട്ട് അവനെയും ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്ത ആലോചിച്ച് ഒത്തിരി സന്തോഷിക്കുകയും ഒപ്പം തന്നെ ചെറുതായിട്ട് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മൈക്കിളിന് ഒരു പാഴ്സൽ വരുവാണ്. അതവൻ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് അവൻ കാലിഫോർണിയയിലേക്ക് അവന്റെ ഫാനിന് വേണ്ടി അയച്ച മാസ്ക് അതിനകത്തിരിക്കുകയാണ്. കൂടെ തന്നെ ഒരു ലെറ്ററുമുണ്ട്. ആ ലെറ്റർ അവൻ വായിക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ബേക്ഷോജിനായിരുന്നു ആ ആരാധികയെന്ന്. അവള് കാലിഫോർണിയയിലായിരുന്ന സമയത്ത് അവൾക്ക് അവളുടെ സൗന്ദര്യത്തെ പറ്റിയിട്ട് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതിരുന്ന കാലമായിരുന്നു. അങ്ങനെ നമ്മുടെ മൈക്കിളിനെ ഓൺലൈനിൽ കണ്ടിട്ട് അവള് മെസ്സേജ് അയക്കുകയും മൈക്കിൾ അവളെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്ത് അവളുടെ കോൺഫിഡൻസ് കൂട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ US-ൽ നിന്നും നമ്മുടെ ചെങ്ങിനോടൊപ്പം തന്നെ ബേക്ഷോജിനും തിരിച്ചു വന്ന സമയത്താണ് അവൾ അവന്റെ കമ്പനിയിൽ വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ മൈക്കിളിനെ കാണുകയും ഞാൻ ബോറടിച്ചിരിക്കുകയാണ്, എനിക്കൊരു ജോലി ഇവിടെ താൻ, ഞാൻ ഇവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിന്നോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ചെങ്ങിന്റെ കമ്പനിയിൽ ജോലിക്ക് കയറുകയാണ്. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി മൈക്കിൾ അവളെ കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അവളെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. പക്ഷെ നിന്റെ ഫാമിലി ഭയങ്കര റിച്ച് ആണ്, നമ്മൾ ചിലപ്പോൾ സെറ്റ് ആകത്തില്ല, ഞാനൊന്ന് ആലോചിച്ചിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുമ്പോൾ ബേക്ഷോജിൻ പറയാണ് എന്റെ അച്ഛനകത്തിരിപ്പുണ്ട്, നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവന് വലിച്ചെടുത്തോണ്ട് പോവാണ്. നമ്മുടെ മൈക്കിൾ അവിടെ കിടന്ന് കൂന്നുണ്ട് എനിക്ക് പക്ഷെ നിന്റെ അച്ഛനെ പേടിയാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ കൊണ്ടുപോവാണ്.
പിന്നീട് നമ്മൾ ചെങ്ങിനെയാണ് കാണിക്കുന്നത്. ചെങ്ങ് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവന്റെ മെമ്മറീസിനെ തിരിച്ചു കൊണ്ടുവരാനും അന്ന് എന്താണ് ആ കേവില് ഉണ്ടായതെന്ന് മനസ്സിലാക്കാനും. അങ്ങനെ അവന് ഓർക്കുന്നുണ്ട് അന്ന് എന്താണ് സംഭവിച്ചതെന്ന്. രണ്ടുപേരും അകത്തേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു വലിയ സൗണ്ട് കേൾക്കാണ്. ഇത് കേട്ട് പേടിച്ച് അവർ തിരിഞ്ഞോടുകയാണ്. ഓടുന്ന വഴിക്ക് കല്ലിൽ തലയിടിച്ച് ഗൗവയെ വീഴുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെങ്ങ് മനസ്സിലാക്കാണ് ഗൗവയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവനല്ല എന്നും അവനൊന്നും തന്നെ ഗൗവയെ ചെയ്തിട്ടില്ല എന്നും. അങ്ങനെ ഇത് അവൻ നമ്മുടെ ലിങ്ങിനോടും പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന രംഗത്തില് ലിങ് സ്വയം അവളുടെ അമ്മയെ വിളിച്ചിട്ട് അവളുടെ ഡിവോഴ്സിനെ പറ്റിയിട്ടും ചെങ്ങുമായിട്ടുള്ള ഇപ്പോഴത്തെ റിലേഷനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് എറിക്ക് നമ്മുടെ ചെങ്ങിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇപ്പൊ ചർച്ച ജിന്നാണ്, അവള് പ്രഗ്നന്റ് ആണ് എന്നാണ് വാർത്ത. ഇത് കേട്ട് ചെങ്ങും ജിന്നിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് നീ നടക്കുന്നത് വല്ല അറിയുന്നുണ്ടോ? സോഷ്യൽ മീഡിയ മുഴുവനും പറയുന്നത് നീ പ്രഗ്നന്റ് ആണെന്നാ, അത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അവളും ഇത് കേട്ടിട്ട് എന്തോ പ്രഗ്നന്റോ? ഞാൻ ഈയിടെയായിട്ട് ടെൻഷൻ കാരണം ഒത്തിരി ഫുഡ് കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ചെറുതായിട്ട് തടിച്ചിരിക്കുന്നത് എന്ന് പറയാണ്. ചെങ്ങും പറയാണ് നീ ഒരു സ്റ്റാർ അല്ലേ, നിന്നെ പറ്റിയിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതും സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്, അതുകൊണ്ട് നീ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് ജിൻ ലൈവിൽ എത്തിയിട്ട് എല്ലാ ഫാൻസിനോടും പറയുന്നുണ്ട് ഞാൻ ഇപ്പോ ഇടയ്ക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കനക്കുന്നത്, എന്റെ ബെല്ലി ഫാറ്റും കൂടുന്നതും, അല്ലാതെ ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു ലൈവിന് ശേഷം അവന്റെ കമ്പനിയുടെ സെയിൽസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചെങ്ങും ലിങ്ങും കൂടെ സ്കൂൾ യൂണിഫോം അണിഞ്ഞിട്ട് സ്കൂളിൽ എത്തുന്നതാണ് അവരുടെ പണ്ടത്തെ. ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സ്കൂളിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം ഇന്ന് ചെയ്തു തീർക്കുകയാണ് സന്തോഷത്തില്. അങ്ങനെ പിന്നീട് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് നമ്മുടെ ജോയുടെയും എറിക്കിന്റെയും കല്യാണമാണ്. എറിക്കിന്റെ കയ്യിലേക്ക് റിങ് എടുത്തു കൊടുക്കുന്ന നമ്മുടെ ചെങ്ങും റിങ് മാറിയാണ് കൊടുക്കുന്നത്. ആക്ച്വലി അന്നത്തെ ദിവസം തന്നെ നമ്മുടെ ചെങ്ങ് ലിങ്ങിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സോറി അളിയ, റിങ് മാറിപ്പോയി എന്ന് പറയാണ് നമ്മുടെ ചെങ്ങ്. ഇത് കേട്ട നമ്മുടെ എറിക്കും പറയുന്നുണ്ട് അളിയ നിന്റെ സർപ്രൈസ് ഇപ്പൊ പൊളിഞ്ഞല്ലോ, ഇനിയിപ്പൊ എന്തോ ചെയ്യും എന്ന് പറഞ്ഞ് അവരും സന്തോഷത്തില് കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് ശേഷം നമ്മുടെ ചെങ്ങ് ലിങ്ങിനെ പ്രപ്പോസ് ചെയ്യാണ് റിങ് കൊടുത്തിട്ട്. ഇത് കണ്ട് നമ്മുടെ ലിങ് അവനോട് പറയാണ് നീ എന്നെ ഇഷ്ടപ്പെടുന്നോണ്ടാണ് നീ എനിക്ക് റിങ് തന്നെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് തന്നെങ്കിൽ എനിക്ക് കുറച്ച് ടൈം വേണം എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ ചെങ്ങ് വിഷമിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലിങ് അവനോട് പറയുന്നുണ്ട് എനിക്കറിയാം നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്, എനിക്കും നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ ഇപ്പം നല്ല യങ് ആണ്, അതുമാത്രമല്ല എന്റെ കഴിഞ്ഞ വിവാഹം ഒരു പരാജയമായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കാനായിട്ട് നമുക്ക് രണ്ടുപേർക്കും കുറച്ച് ടൈം എടുക്കാം. ചെങ്ങ് അവളോട് പറയാണ് ഞാൻ റെഡിയാണ്, നീ പറ നിനക്ക് എത്ര സമയമാണ് ആവശ്യമെന്ന്. ലിങ് ചെങ്ങിനോട് പറയാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീ ആകണം, എങ്കിൽ മാത്രമേ എനിക്ക് നിന്റെ മുന്നിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് നിൽക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെങ്ങ് പറയുന്നുണ്ട് എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. ഇതിന് അവള് റിപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അത് ആവശ്യമാണ്, നിന്റെ പേരിൽ എന്നെ അറിയപ്പെടേണ്ട ആവശ്യമില്ല, എനിക്ക് എന്റെ പേരിൽ തന്നെ മറ്റുള്ളവർ എന്നെ അറിയപ്പെടണം, അതൊരിക്കൽ സാധ്യമാകും, അന്ന് ഞാൻ നിന്റെ ഈ റിങ് അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയാണ്. ചെങ്ങ് ലിങ്ങിനോട് പറയുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല, നിനക്ക് എത്ര ടൈം വേണമെങ്കിലും എടുത്തോ, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ ഇതോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മൈ ഡിയർ ലേഡി എന്ന് പറയുന്ന ഡ്രാമയുടെ എൻഡിങ് ആണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നും മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അതോടൊപ്പം ഈ വീഡിയോ ലൈക്കും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും ആരെങ്കിലും ഈ ഡ്രാമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി കാണാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡ്രാമയിലൂടെ കാണാം. ബൈ, താങ്ക് യു.